നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയെയും സഹോദരനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ ആ കൊലപാതകം നടന്ന വീട്ടിൽ ദിവസങ്ങളോളം കഴിഞ്ഞൊരു മനുഷ്യൻ. പിന്നീട് പോലീസിന് സംശയം തോന്നി അവിടങ്ങളിൽ പരിശോധനകൾ നടത്തിയപ്പോൾ ആ മകനെ അവിടെ കാണാനില്ല. വൈകിയാണ് അറിയുന്നത്. പോലീസ് എത്തി ഈ അന്വേഷണം അടക്കം നടത്തുമ്പോൾ അവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് ഇയാൾ ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ അമ്മയെയും സഹോദരനെയും താൻ കൊന്ന് കുഴിച്ചു മൂടിയ സ്ഥലങ്ങളിൽ പോലീസ് മണ്ണ് മാന്തി പരിശോധനകൾ നടത്തുമ്പോൾ ദൂരെ നിന്ന് അയാൾ അത് കണ്ട് രസിക്കുകയായിരുന്നു. അത്രമാത്രം വലിയൊരു സൈക്കോ. ആ സൈക്കോയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയെയും സഹോദരനെയും മാത്രമല്ല, 8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായെന്ന് പറയുന്ന പിതാവിനെയും ഇതേ സൈക്കോ കൊലപ്പെടുത്തി എന്നുള്ള സംശയങ്ങൾ, അതിലേക്കുള്ള വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പിതാവ് മാത്യുവിനെ നെടുങ്കണ്ടത്തുള്ള ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി 8 വർഷം മുമ്പ് കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. മാത്യുവിനെ കൊലപ്പെടുത്തി സജി കുഴിച്ചു മൂടിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പുരയിടവും കുഴിച്ച് തെളിവെടുപ്പ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. സജി അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനെയും ഇത്തരത്തിൽ ഇയാൾ കൊന്നതാണോ എന്നുള്ള സംശയം പോലീസിൽ എത്തിക്കുന്നത്. 2018 മാർച്ചിലാണ് അച്ഛനായ മാത്യുവിനെ കാണാതാകുന്നത്. മാത്യുവിനെ നെടുങ്കണ്ടത്ത് വെച്ച് അവസാനമായി കണ്ടവരെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പച്ചടി സ്വദേശി മേരിക്കുട്ടിയുടെയും മകൻ റെജിയെയും ഒക്കെ കൊലപ്പെടുത്തിയ കേസിൽ നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് സജി ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് താൻ തന്റെ അമ്മയോടും സഹോദരനോടും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തനിച്ചാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് സജി പോലീസിന് മൊഴി നൽകിയിരുന്നു. വിവാഹം കഴിക്കാൻ തടസ്സം നിന്നു, സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നു, സഹോദരൻ റെജി പിതൃത്വത്തെ ചൊല്ലി അപമാനിച്ചു എന്നതൊക്കെയാണ് തനിക്ക് കൊലപാതകത്തിന് മോട്ടീവായി മാറിയതെന്നാണ് പ്രതി പറഞ്ഞത്. കൊലപാതകത്തിന്റെ ഈ കാര്യങ്ങൾ എണ്ണി പോലീസിനോട് പറയുമ്പോഴും അയാൾക്ക് ഒരു തരി കുറ്റബോധമുണ്ടായിരുന്നില്ല. താൻ കൊന്നത്, താൻ തീർത്തത്, താൻ ഇല്ലാതാക്കിയത് തന്റെ സ്വന്തം അമ്മയെയും സഹോദരനെയാണ് എന്നുള്ള കുറ്റബോധം. അതിക്രൂരമായിട്ടാണ് സജി തന്റെ അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയിട്ടുള്ളതും. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സജി സഹോദരനായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സഹോദരൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ പിറകിൽ നിന്ന് വന്ന് തലയ്ക്കടിച്ച് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയത്. ഇതിനുശേഷം തുണി ഉപയോഗിച്ച് കഴുത്ത് വലിഞ്ഞു മുറുക്കുകയും ചെയ്തു. ഇത് കണ്ട് ബഹളം വെച്ചെത്തിയ മാതാവ് മേരിക്കുട്ടിയെ കൈ ഒടിച്ച ശേഷം മൂക്കിന് ഇടിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 4-ലാണ് ഈ ഒരു ഇരട്ട കൊലപാതകം നടന്നതെന്നാണ് സൂചന. 2 ദിവസം മൃതദേഹം വീട്ടിനുള്ളിൽ കട്ടിലിനടിയിൽ സൂക്ഷിച്ച ശേഷം 3-ാം ദിവസമാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതെന്ന് പ്രതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. നെടുങ്കണ്ടം പച്ചടി വാക്കടയിൽ വീടിന് സമീപത്തെ പറമ്പിലാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ട നിലയിൽ 2 മൃതദേഹങ്ങൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പോലീസ് കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പോലീസിനെ കണ്ടതോടെ ഇയാൾ മുന്നേ തയ്യാറാക്കി വെച്ച ബാഗുമായി ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സജിയുടെ അമ്മ മേരിക്കുട്ടി, സഹോദരൻ റെജി എന്നിവരുടെ തിരോധാനത്തിൽ ഇയാളുടെ സഹോദരി സിനി ഞായറാഴ്ച പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഇവരുടെ വീടിന് സമീപത്തെ പറമ്പിൽ ഒരു പുരുഷന്റെ കാൽഭാഗം മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. ഇത് കേസ് ഓൾറെഡി നിൽക്കുന്നുണ്ട്, മിസ്സിംഗ് കേസ് നിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ കണ്ടതോടുകൂടെയാണ് പോലീസ് ഉടൻ തന്നെ വിവരം അറിഞ്ഞ് അവിടെ എത്തുന്നത്. കൊലപാതക ശേഷവും പ്രതി യാതൊരു കുലുക്കവും ഇല്ലാതെയാണ് പിന്നീട് നാട്ടുകാരോടും പെരുമാറിയതെന്ന് നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിച്ചിരുന്ന വീടിന് സമീപത്തുള്ള ഏലത്തോട്ടത്തിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത് എന്നുള്ളത് പിന്നീട് പ്രതി തന്നെ വ്യക്തമാക്കി. മരം കയറ്റത്തിൽ വിദഗ്ധനായ ഇയാൾ മരത്തിന്റെ മുകളിലിരുന്ന് പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്നുള്ളതും പിന്നീട് കേരളം ഒന്നടങ്കം ഞെട്ടലോടെയാണ് കേട്ടത്. തിങ്കളാഴ്ച രാത്രി പരിശോധനയ്ക്കിടെ 2 തവണ
സജിയെ കണ്ടതായി പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാൾ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനായില്ല. മരം കയറ്റത്തിൽ വിദഗ്ധനായ സജി മരത്തിന്റെ മുകളിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. പോലീസ് ഇതിനുശേഷം പകലടക്കം ഡ്രോണുകളും ഡോഗ് സ്ക്വാഡുകളും ഒക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി. ഇത്തരം അന്വേഷണങ്ങൾ ശക്തമായി നടക്കുന്നതിനിടയിലാണ് വീടിനടുത്തുള്ള വഴിയിലൂടെ സജി ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു വരുന്നത്, പോലീസിൽ കീഴടങ്ങുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയതിനു പിന്നാലെ സജിക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഏലത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന സജിയെ പോലീസ് കണ്ടെത്തുന്നത്. താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഉച്ചയ്ക്ക് 12 മണിക്കോടെ അയാൾ സ്വയം കീഴടങ്ങിയതെന്ന് പിന്നീട് സജി വ്യക്തമാക്കിയിരുന്നു. തോട്ടുവാക്കട കവലയിലെ കടയിലെത്തിയ സജി തനിക്ക് തെറ്റുപറ്റിയെന്ന് കടയിലെ ജീവനക്കാരോട് പറഞ്ഞതായിട്ടും പിന്നീട് വാർത്തകൾ പുറത്തുവന്നു. സമീപത്തുണ്ടായിരുന്ന പോലീസാണ് പിന്നീട് ഇയാളെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടത്തിയത്. നിങ്ങൾ എന്നെ തിരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ പിടിയിലായതിനു ശേഷം ആ സൈക്കോ പറഞ്ഞത്. നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ തോട്ടുവാക്കട പൊന്നിട്ടയിൽ സജി എന്ന് പറയുന്ന 43 വയസ്സുകാരൻ 1.5 ദിവസത്തെ ഒളിവ് ജീവിതം ഉപേക്ഷിച്ചാണ് നാട്ടിൽ പോലീസുകാർക്ക് മുൻപിൽ, നാട്ടുകാരുടെ മുൻപിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും. പോലീസ് അന്വേഷിച്ചെത്തിയ ഞായറാഴ്ച വൈകിട്ട് വീടിനടുത്ത് ഒരു ബാഗുമായി ഓടി രക്ഷപ്പെട്ട സജി വീടിന് സമീപം തന്നെ പാറയിലും ഏലത്തോട്ടത്തിലുമായി കഴിയുകയായിരുന്നു എന്ന് വ്യക്തമായി. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ തന്നെ ഞായറാഴ്ച വൈകിട്ടോടെ ഇയാൾ ഏലത്തോട്ടത്തിന്റെ സമീപവശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ മരത്തിലേക്ക് കയറി അവിടെ ഒളിച്ചിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇയാൾ എവിടെ എന്നുള്ള സംശയങ്ങൾ തുടരുകയും ചെയ്തത്. എന്തായാലും ഇങ്ങനെയൊക്കെ കൊലപാതകം നടത്തിയതിനു ശേഷവും ഇയാൾ ഇത് ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും ഇതിന്റെ ഒരു വിഷയമായിട്ട് ഉയർന്നിരുന്നു. പ്രധാനമായിട്ടും ഇയാൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് അറിയാനുള്ള അന്വേഷണത്തിലടക്കമായിരുന്നു പോലീസ്. കൊലപാതകങ്ങൾ സജി എങ്ങനെ നടത്തി എന്നുള്ള കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതായത് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കേസ് അന്വേഷണത്തെ ബാധിക്കും എന്നതിലാണ് ഈ കാര്യങ്ങൾ പോലീസ് പുറത്തു പറയാത്തതെന്നും ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയാത്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ റജിയുമായിട്ട് വീട്ടിൽ എപ്പോഴും തർക്കമുണ്ടായതായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. റജിയുമായി വീട്ടിൽ തർക്കമുണ്ടായെന്നും ഇതേ തുടർന്ന് സജി തുണി ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായിരിക്കാം എന്നുള്ള സൂചനകൾ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ അമ്മ മേരിക്കുട്ടിയെ തടസ്സം നിന്നതിനാലായിരിക്കണം ഇയാൾ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു തുടക്കത്തിലെ സൂചനകൾ. പിന്നീട് ഈ സൂചനകൾ യാഥാർത്ഥ്യമായി. അമ്മയെയും സഹോദരനെയും അയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. വീട്ടിൽ സൂക്ഷിച്ച മൃതദേഹം 2 ദിവസത്തിന് ശേഷം വീടിനോട് ചേർന്നുള്ള ചായ്പിൽ അയാൾ തന്നെ കുഴിച്ചിട്ടു. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന രീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന കൊലപാതക വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ക്രൂരതയുടെ കഥകളാണ് പുറത്തേക്ക് വിടുന്നത്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏറ്റവും തുടക്കത്തിൽ നന്ദൻകോട് കൊലപാതകമായിരുന്നു കേരളത്തെ നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ആ കൊലപാതകം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിലും പല വിധത്തിലുള്ള വളരെ ആഴത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതക റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇരട്ടക്കൊല നെടുങ്കണ്ടത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇരട്ടക്കൊലയല്ല, 3 പേരെ സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരൻ എന്നിവരെ ഇയാൾ കൊലപ്പെടുത്തി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. അച്ഛൻ്റെ ഘാതകനും ആ മകൻ തന്നെയാണ് എന്നുള്ള തരത്തിൽ ഏകദേശം കാര്യങ്ങൾ എത്തുകയാണ്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം സജീവമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. 8 വർഷം മുമ്പാണ് ഈ പറയുന്ന കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്. കാരണം 8 വർഷം മുമ്പാണ് പിതാവിനെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വരുന്നത്. മാത്യു കാണാതായതല്ല, മാത്യുവിനെ മകൻ തന്നെ കൊന്നു കുഴിച്ചു മൂടിയതായിരിക്കാനുള്ള സാഹചര്യമുണ്ട്
എന്നും മനസ്സിലാക്കുകയാണ് പോലീസ്. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പുരയിടത്തിന്റെ പല ഭാഗങ്ങളിലും കുഴിച്ച് തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അങ്ങനെയാണെങ്കിൽ ഈ പിതാവിനെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ ഈ മരണപ്പെട്ടുള്ള അമ്മയ്ക്കും സഹോദരനും എന്തെങ്കിലും അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള ദുരൂഹമായിട്ടുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതായത് നേരിട്ടോ അല്ലാതെയോ ഇങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നു എന്നത് ഈ അമ്മയും മകനും അറിഞ്ഞോ എന്നുള്ള സംശയവുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ സംഭവം ഉണ്ടായ 3 പേര് മരണപ്പെട്ടു. ആ പ്രതി മാത്രമാണ് നിൽക്കുന്നത്, ജീവനോടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ മൊഴി അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് ചോദിച്ചാൽ അതിന് സാധ്യത വളരെ കുറവാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ പറയുന്നത് വിശ്വസിക്കുക മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള വഴി. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും സജിയുടെ പിതാവിൻ്റെ എന്ന് തോന്നുന്ന അസ്ഥികൂടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകളോ ലഭിക്കുമോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ.